ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അശ്വലോകം. ഗൈസ്, ഞാൻ ഇന്നൊരു വൺ ഡേ ട്രിപ്പ് പോവാണ്. അത് നമ്മുടെ ആശീർവാദ് ഫിലിംസിൻ്റെ ചിലവിൽ കേട്ടോ. വേറൊന്നല്ല, നമ്മുടെ മോഹൻലാൽ സാർ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മകൾ വിസ്മയുടെ തുടക്കം ഫിലിമിലൊന്ന് ജസ്റ്റ് ഒരു ആക്ട് ചെയ്യാൻ പോവാണ്. ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് കേട്ടോ പോകുന്നത്. കലൂരിൽ നിന്നാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. നല്ലൊരു ട്രിപ്പാണ് കേട്ടോ, വണ്ടി ട്രിപ്പാണ്. ഫുൾ ചിലവ് അവരുടെ വകയാണല്ലോ, അതുകൊണ്ട് ഹാപ്പി ആയിട്ട് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 7-7:30 ആയപ്പോൾ ഞങ്ങൾ തേക്കടിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഒടുക്കത്തെ കോടമഞ്ഞാണ് കേട്ടോ ഗൈസ്. ഞാനൊരു 1-2 വർഷത്തിന് ശേഷമാണ് ഈ ഭാഗത്തോട്ടൊക്കെ വരുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഫുൾ ഫ്രീ ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ദെൻ നേരെ റൂം പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഫുഡ് കഴിച്ചു. ഇത് ബ്രേക്ക്ഫാസ്റ്റാണ്. ഫുഡ് കഴിച്ചതിന് ശേഷം കോസ്റ്റ്യൂംസ് ഉണ്ടായിരുന്നു, അത് അവരെ കാണിച്ചിട്ട് അത് ഇട്ടോളാൻ പറഞ്ഞു. ദെൻ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു. ഇതാണ് കേട്ടോ എൻ്റെ കോസ്റ്റ്യൂം. ആൻഡ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടുത്തെ വിഷ്വൽസ് അധികം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം പെർമിഷൻ കുറവായിരുന്നു. എന്നാലും ഞാൻ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ദെൻ ജ്യൂസ് എല്ലാം കുടിച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. എഗെയിൻ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 12:30 ആയപ്പോൾ ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞു കേട്ടോ. ആദ്യമായിട്ടാണ് ഇത്ര നേരത്തെ ഷൂട്ട് കഴിയുന്നത്. ദെൻ ഫുഡും കഴിച്ച് നേരെ ഞങ്ങളുടെ അമലാംബിക ആ സ്കൂളിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി കേട്ടോ ഗൈസ്. എനിക്ക് ഭയങ്കര ഒരു വൈബായിരുന്നു. ആ സ്കൂളും ആ പരിസരവും പിള്ളേരൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. പുറത്ത് നല്ല മഴയായിരുന്നു. ഞങ്ങളുടെ ബസ്സാണെങ്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും അടിയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് അങ്ങോട്ടേക്ക് നടന്ന് വേണം പോകാനായിട്ട്. പിന്നെ ഇടുക്കിയിലെ തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നടക്കുമ്പോൾ വേർപ്പോ അല്ലെങ്കിൽ ചൂടൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നല്ല രസമായിരുന്നു. പക്ഷേ താഴെ വരെ എത്തിയപ്പോൾ ക്ഷീണിച്ചായിരുന്നു കേട്ടോ. ഞാൻ ഷൂ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. ദെൻ ബസ് കയറി നേരെ നമ്മുടെ കൊച്ചിയിലോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം ഇടുക്കിയിൽ നിന്ന് കോട്ടയത്തോട്ടാണ് പോകുന്നത്. ദെൻ എറണാകുളമാണ് കേട്ടോ പോകുന്നത്. ഇടുക്കിയിലെ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലായിരുന്നു. ആ ഡിസംബർ മാസം ആവാറുള്ള അതിൻ്റെ തണുപ്പും പ്ലസ് ഇടുക്കിയിലെ തണുപ്പും പൊളിയാണല്ലോ. ഇത് നമ്മുടെ കോട്ടയത്താണല്ലോ ഏറ്റവും കൂടുതൽ കൈതച്ചക്ക കാണുന്നത്. എൻ്റെ അവിടെ നിന്നില്ലാത്തതുകൊണ്ട് എനിക്കിതൊരു അത്ഭുതമായിരുന്നു ഈ കാണുന്നതൊക്കെ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല ഫ്രണ്ട്സ് ഉള്ളത് കോട്ടയത്താണ്. അതുകൊണ്ട് എനിക്ക് ആ നാട്ടിലെത്തിയപ്പോൾ ഭയങ്കര നൊസ്റ്റ് ഫീലും സന്തോഷമായിരുന്നു കേട്ടോ. കൊച്ചിയിലെത്തിയ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം എൻ്റെ മൊബൈൽ ഓഫായി പോയായിരുന്നു. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ.